ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ തീരെ മനസ്സ് തകർന്ന് ഹോസ്പിറ്റലിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രാമേട്ടൻ വിളിക്കുകയാണ് കേട്ടോ. ബാല, നീ എവിടെയാണ്? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനെന്നും പറഞ്ഞില്ലേ നീ ഇവിടുന്ന് പോയത്? ഇത്രയും സമയമായിട്ടും കണ്ടില്ലല്ലോ. അപ്പോൾ തന്നെ ബാലൻ പറഞ്ഞിട്ടുണ്ട്, രാമേട്ട അത് എനിക്ക് വേറൊരു ആവശ്യമായിപ്പോയി. രാമേട്ടനൊരു കാര്യം ചെയ്യും, കടയൊക്കെ പൂട്ടി താക്കോല് അവരുടെ കൈ കൊടുത്തു വിട്ടാൽ മതി. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്താണ് കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ തന്നെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ഞാൻ ഫോൺ വയ്ക്കുക, ഞാൻ പിന്നെ എങ്ങനെ പറയാം. അതല്ല, നിൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? നീ കാര്യം പറ. അത് രാമേട്ട എന്നും പറഞ്ഞ് അങ്ങ് പൊട്ടിക്കരയാട്ടോ നമ്മൾ ബാലൻ. എനിക്ക് എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയണേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞുകൂടെ നിനക്ക്? അത് വേറൊന്നുമില്ല, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. ഹോസ്പിറ്റലിലോ? അവിടെ ആരാ? എന്തു പറ്റി? നമ്മുടെ ദേവി മോള് ആശുപത്രിയിലാണ്. അവൾക്ക് എന്തു പറ്റി? അല്ല, അവളെ നമ്മുടെ കുഞ്ഞ് പോയോ? അതെ, ദേവിയുടെ കുഞ്ഞ്. എങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. വേറൊന്നും പറയുന്നില്ല, ഞാനതൊക്കെ പിന്നെ പറഞ്ഞോളാം. എന്തായാലും നമുക്ക് ആ കുഞ്ഞിനെ വിധിച്ചിട്ടില്ല രാമേട്ട. ഞാൻ എന്തുമാത്രം സ്വപ്നം കണ്ടതാണ് നമ്മുടെ ആനന്ദിൻ്റെയും ദേവിയുടെയും പേരക്കുട്ടിയെ കയ്യിലെടുക്കാനും വളർത്താനും ഒക്കെ തകർത്ത് കളഞ്ഞില്ലേ ഈശ്വരൻ. സാരമില്ല, നീ സമാധാനപ്പെട്. പിന്നെ ആര്യനെയും ആകാശിനെയും ഒന്നും വിവരം അറിയിച്ചിട്ടില്ല, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ആകാശിനോടും ധർമ്മനോടും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ. കട പൂട്ടിയിട്ട് താക്കോലൊക്കെ കൊടുത്തയച്ചോളൂ എന്ന് പറയാം. അങ്ങനെ രാമേട്ടൻ അതനുസരിച്ച് ആകാശിനോടൊക്കെ കാര്യം പറയാട്ടോ. ആകാശം ഉടനെ തന്നെ ആര്യനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. ദേവി ചേച്ചി ഇങ്ങനെ ആശുപത്രിയിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവർ വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ അപ്പം തന്നെ അവരവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെടാം. ജോലി സ്ഥലത്താണല്ലോ നമ്മൾ ആര്യൻ. ശരിയെന്ന് തീരുമാനിക്കട്ടോ. ഇതേ സമയത്ത് ആനന്ദിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആനന്ദ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ആണ് നമ്മുടെ ഗോമതിയും ബാലനും കൂടെ അങ്ങോട്ട് ചെന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലാണ്. ആനന്ദിനെ കാണുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ആനന്ദ് എന്നിട്ടും ആ ഒരു ഉറക്കപ്പിച്ചിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞെന്ന്. മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആനന്ദ് ഉണരുക കേട്ടോ. അമ്മേ, എൻ്റെ കുഞ്ഞ്. മോനെ, നീ ഒന്ന് സമാധാനപ്പെടുന്നില്ലേ? പിന്നെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. തൊട്ടപ്പുറത്തെ റൂമിൽ ദേവി കിടപ്പുണ്ടെന്ന് അറിയാലോ നിനക്ക്? അവൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. നീ ഒന്ന് അവളെ ചെന്ന് കാണ്. എന്തെങ്കിലും ഒരു സമാധാന വാക്ക് അവളോട് പറ. ഇത്രയും പറയണതും ആനന്ദിൻ്റെ മുഖം അങ്ങ് മാറിയിട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യം ദേവിയോട്. എന്താ നീ ഇങ്ങനെ കാണിക്കണേ? ഞാനെങ്ങും പോകുന്നില്ല. അതെന്താ അങ്ങനെ പറയാനായിട്ട്? പോകുന്നില്ലേ? ആ ദേവിക്ക് പോയി ഒന്ന് ആശ്വാസം കൊടുത്തുകൂടെ നിനക്ക്? അവൾ നല്ല സങ്കടത്തിലാണ്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, എനിക്ക് ആരെ കാണാനും പോണ്ട. അമ്മ ഒന്ന് മാറിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴാണ് ബാലൻ പറഞ്ഞത്, ഗോമതി അവനെ നിർബന്ധിക്കണ്ട. അവന് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവൻ ഇപ്പോൾ പോകണ്ട. അവന് പോകണമെന്ന് തോന്നുമ്പോൾ അവനങ്ങോട്ട് പോയി കണ്ടോളും. നിർബന്ധിക്കണ്ട, നീ അങ്ങോട്ട് മാറിക്കേ. എന്നിട്ട് മീനാക്ഷി പറയുന്നുണ്ട്, ആനന്ദേട്ടാ ഞാൻ പറയുന്നത് ഒരു കാര്യം കേൾക്കണം. ആനന്ദേട്ടനെക്കാളും അതുപോലെ തന്നെ അത്രയും വിഷമത്തിലാണ് ദേവി ചേച്ചിയും അവിടെ അപ്പുറത്തെ റൂമിലിരിക്കുന്നത്. അതുകൊണ്ട് ആനന്ദേട്ടൻ പോയി ഒന്ന് സമാധാനിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും ആനന്ദിന് ഒരു ഇതും ഇല്ല കേട്ടോ. അപ്പോൾ ആനന്ദ് അവിടെ കിടന്നുകൊണ്ട് പറയാം, ഞാൻ അവളെ കാണാൻ പോകാനോ? എല്ലാം നശിപ്പിച്ച് വെച്ചിട്ട്. അപ്പോൾ ഗോമതി, എന്താ നീ പറഞ്ഞ? എല്ലാം നശിപ്പിച്ച് വച്ചിട്ടെന്നോ? അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവിയാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ ആനന്ദ് സംസാരിക്കുകയാണ് കേട്ടോ. അറിയാതെ എങ്ങാനും അലോകിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് പറ്റിയെന്നെങ്ങാനും ഇവരാരെങ്കിലും അറിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? പെട്ടെന്ന് മീനാക്ഷി ആണെങ്കിൽ കണ്ണ് കാണിക്കുക, ബാലനും കണ്ണ് കാണിക്കാട്ടോ ഗോമതിയെ, ഒന്നും മിണ്ടരുതെന്ന്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരാണ്ട് അത് കഴിഞ്ഞ് നേരെ ദേവിയുടെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ദേവി ബോധമൊക്കെ വീണിട്ട് ദേവി ഇവരോട് ചെയ്യുന്നുണ്ട്, ബാലച്ച എൻ്റെ ഈ വിവരം ആനന്ദേട്ടൻ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുക. ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്തായാലും ആനന്ദേട്ടന് താങ്ങാൻ കഴിയില്ല, എനിക്ക് തന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിച്ചു, അതിൻ്റെ 100 ഇരട്ടി സ്നേഹം കൊണ്ട് നടന്നതാണ് ആനന്ദേട്ടൻ. അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ താങ്ങാനാവില്ല, തളർന്നു പോവും, എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളാരും പറയണ്ട കേട്ടോ. എന്തായാലും എന്നെ കാണാനായിട്ട് ആനന്ദേട്ടൻ ഇങ്ങോട്ട് വരുമല്ലോ, അന്നേരം ഞാൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞോളാം. എനിക്കാകുമ്പോൾ ആനന്ദേട്ടനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലനാകെ തകർന്നു പോയി. അതുപോലെ തന്നെ ഗോമതിയും എല്ലാം അറിഞ്ഞ് തൊട്ടപ്പുറത്ത് മാനസിക നില തെറ്റിപ്പോയതുപോലെ കിടക്കുകയാണല്ലോ ആനന്ദ്. ഇതെങ്ങാനും ദേവി അറിഞ്ഞാലുള്ള അവസ്ഥ. ആനന്ദേട്ടനെ ഒന്ന് വിളിക്കാവോ? എനിക്കൊന്ന് കാണണം. അല്ല മോളെ, മീനാക്ഷി അങ്ങോട്ട് പോയേക്കുക, വിളിച്ചിട്ട് വരട്ടെ. എത്ര സമയമായി മീനാക്ഷി പോയിട്ട്? ഇത്രയും നേരം എടുക്കുമോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വരുവാണ്. മീനാക്ഷി, ആനന്ദേട്ടൻ എന്തിയേ?
അത് എടുത്ത് ബില്ലടയ്ക്കാനും ഒക്കെ കാര്യങ്ങളില്ലേ, മെഡിസിനൊക്കെ വാങ്ങാനുണ്ട്, ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ തീർക്കണ്ടേ, അതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് പോയേക്കുവാണ്. അല്ല മീനാക്ഷി, ആനന്ദേട്ടൻ എൻ്റെ കുഞ്ഞു പോയ വിവരം അറിഞ്ഞിരുന്നോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അത് ചേച്ചി സമാധാനപ്പെട്. ഇല്ല, എന്തായാലും ആനന്ദേട്ടൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും. പിന്നെ അമ്മേ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണ്ട്, ഒന്ന് പുറത്തോട്ട് വരാവോ എന്ന് ചോദിക്കണം കേട്ടോ. എന്നിട്ട് അവരെ രണ്ടുപേരെയും പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയണം. അല്ല അതിന് മുന്നേ തന്നെ പുറത്തല്ല കേട്ടോ, അവരുടെ ദേവിക്ക് എന്തായാലും അറിയാമല്ലോ എങ്ങനെയാണ് കുഞ്ഞ് മരിച്ചതെന്ന്. അപ്പോൾ ദേവിയോടും കൂടി ചേർത്തിട്ട് തന്നെ പറയാണ്. അതെ, ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയാം ഏട്ടത്തി, ഒരു കാരണവശാലും അലോക കാരണമാണ് ഏട്ടത്തിയുടെ കുഞ്ഞ് പോയെന്ന് ഒരിക്കലും ആനന്ദേട്ടൻ അറിയരുത്. ആനന്ദേട്ടൻ എന്നല്ല ആരും അറിയരുത്. എനിക്ക് നിങ്ങളത് വാക്ക് തരണം. കാരണം അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാലന് ദേഷ്യം വരിക കേട്ടോ. ബാലൻ അങ്ങനെ അങ്ങ് അറിയാതിരുന്നാൽ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ബാലൻ ദേഷ്യം വന്ന് ഇറങ്ങി ഒരു ഒറ്റ പോക്ക് പോവാണ്. അപ്പോൾ തന്നെ മീനാക്ഷിക്ക് കാര്യമൊക്കെ പിടികിട്ടി. എന്നാലും വീണ്ടും ദേവിയോട് പറയണത്, ദേവി ഏട്ടത്തി ഒരിക്കലും പറയരുത് ആനന്ദേട്ടനോട് അലോക കാരണമാണ് ഇത് സംഭവിച്ചത്. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. എന്നിട്ട് നേരെ വെളിയിൽ പോയി ബാലനോട് പറയാം. അച്ഛൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ആനന്ദേട്ടൻ മാത്രമല്ല, വേറെ ആരും, ആകാശായാലും ആര്യനായാലും ധർമ്മം അവനായാലും ഒരു മനുഷ്യരും അറിയരുത്. നീ എന്താ മോളെ ഈ പറയുന്നത്? എൻ്റെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു വേന, എൻ്റെ പേരക്കുട്ടിയെ വരെ അവൻ ഇല്ലാതാക്കി, ഞങ്ങൾക്ക് എല്ലാ നഷ്ടങ്ങളും വരുത്തി, എൻ്റെ കുടുംബം ഇത്രത്തോളം കുട്ടി ചോറാക്കി തന്നില്ലേ അവനെ ഞാൻ വെറുതെ വിടണമെന്നാണോ? വേണ്ട, വെറുതെ വിടണ്ട. പക അടക്കാനുള്ളൊരു സമയമല്ല ഇത്. നഷ്ടങ്ങൾ നമുക്ക് മാത്രമാണ് അച്ഛാ. ഇതേ ദേവിയെടുത്ത് ഈ നിലയിലായി. ആനന്ദേട്ടൻ അടുത്ത മുറിയിൽ ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ കുഞ്ഞ് അത് പോയി. പിന്നെ നമ്മുടെ കുടുംബം എല്ലാം ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് ഈ സമയത്ത്. ഇനി ആലോകിൻ്റെ കാര്യം കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ അച്ഛനറിയോ? അച്ഛൻ്റെ ആൺമക്കൾ അങ്ങോട്ട് ചെന്ന് അവൻ്റെ കഴുത്ത് വെട്ടി ഇങ്ങോട്ട് വരും. അതും കൂടെ നമ്മൾ കാണണോ? പറ അച്ഛാ. ആദ്യം ഒന്ന് സമാധാനപ്പെട്. നമുക്ക് ഇതിനൊരു പരിഹാരം ദൈവം കാണിച്ചു തരും. അതിന് അവസരം വരും. അന്നേരം നമ്മളതിന് തിരിച്ച് പകരം ചോദിച്ചാൽ മതി അച്ഛാ. ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുതേ. എന്നെക്കാളും ഒരുപാട് അനുഭവ പാഠമുള്ളത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ അത്രയൊന്നും പക്വത എനിക്കില്ല. ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ എന്നാലും ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അച്ഛനോട് ഇത് പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ ഇപ്പം സംയമനം പാലിച്ചേ പറ്റൂ. ധൈര്യം കൈവിടരുത്. എന്തെങ്കിലും വായിന്ന് വീണു പോയാൽ നമ്മളെ കുടുംബം അതോടുകൂടി തീരും. അതാണ് ഞാൻ വീണ്ടും പറയുന്നത് എന്ന് മീനാക്ഷി കുറേ ഉപദേശം ബാലന് കൊടുക്കാൻ കേട്ടോ. ബാലൻ അപ്പം തന്നെ മനസ്സിലാവണം. ആ സമയത്ത് നമ്മുടെ ആര്യനും ആകാശം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ. തൊട്ട് പിറകെ ഇവരെ കണ്ടുകൊണ്ട് ഓടി ഇങ്ങി വരാണ്. അപ്പോഴാണ് ഇവരുടെ ഈ സംസാരം. ഇവർ രണ്ടും അപ്പം മീനാക്ഷി വീണ്ടും പറയണം, അതെ അച്ഛാ, ഞാൻ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാണ്. അലോകാണ് ഈ ചെയ്തത്. അലോകാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നുള്ള കാര്യം ഒരിക്കലും ആകാശം ആര്യനും ആനന്ദേട്ടനും ഒന്നും അറിയല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ബാലനിങ്ങനെ കണ്ണ് കാണിക്കട്ടോ. ഇവർ പുറകെ നിൽക്കണം. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ, മീനാക്ഷി പെട്ടെന്ന് പേടിച്ചു പോവാ. ദൈവമേ, ഇതാരും അറിയല്ലേ എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് എൻ്റെ വാഗോണ്ട് തന്നെയാണോ എല്ലാവരും അറിഞ്ഞത് എന്ന് പേടിച്ച് നിൽക്കും. അപ്പം ബാലനെ വിചാരിക്കുന്നുണ്ട് ഇവർ കേട്ട് കാണുന്നു. മോനെ, അത് ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേൾക്കണം. അച്ഛാ, ഇവിടെ എന്താ സംഭവിച്ചത്? രാമേട്ടൻ വിളിച്ച് ആശുപത്രിയിലാണ് ദേവിയെടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും സംഭവിച്ചോ? എന്താ കാര്യം? അപ്പോഴാണ് ഇവർക്ക് സമാധാനമായത്. പറഞ്ഞതൊന്നും അവർ കേട്ടിട്ടില്ല. അങ്ങനെ നടന്ന കാര്യങ്ങൾ ഇവർക്ക് പറയാനാവില്ലല്ലോ. എന്നാലും കുഞ്ഞിന് എന്ത് പറ്റി, ദേവിയെടുത്തേക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് മീനാക്ഷി പറയുന്നത്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താഴെ ഇടുന്ന മാറ്റ് ചർക്കി വീണതാ, അത് സ്ലിപ്പായി എന്ന് പറയട്ടോ. അത് ശരി, അപ്പോൾ നിങ്ങളൊന്നും ആ വീട്ടിലില്ലായിരുന്നു? ദേവിയെടുത്ത് നല്ലപോലെ കരുതലോടെ കൊണ്ടുപോകേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ എന്നൊക്കെ പറഞ്ഞ ആകാശ് കുറേ വഴക്ക് മീനാക്ഷിക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു തെറ്റും ചെയ്യാതെ ഇവരൊക്കെ കുറ്റക്കാരാവുകയല്ലേ. അത് കണ്ടും കൊണ്ട് നമ്മുടെ ബാലൻ പറയാം, മോനെ ഇനിയിപ്പോൾ പരസ്പരം പഴിചാരിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഇനിയിപ്പോൾ പോയത് പോയി. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? ദേവിയെടുത്ത് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതെ, അപ്പോൾ കുഞ്ഞിനോ? അല്ല, അത് മോനെ കുഞ്ഞ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആര്യനും ആകാശം കൂടി പേടിച്ച് പോവാട്ടോ. അല്ല, അത് ദേവിയെടുത്തി മാത്രമേ നമുക്ക് രക്ഷിക്കാനായുള്ളൂ ആകാശേ. പക്ഷെ കുഞ്ഞ് നമ്മളെ വിട്ടു പോയി. നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരാകെ തകർന്നു പോയി കേട്ടോ. അപ്പം തന്നെ ആകാശ് പറയാം, ദേഷ്യം വരുന്നുണ്ട് ആകാശിന്. എന്നാലും എത്ര നമ്മൾ സ്നേഹിച്ച് കൊണ്ട് നടന്നതാ. ആനന്ദേട്ടൻ ഇതറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? ദേവിയെടുത്ത് എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങളും അവസ്ഥകളൊക്കെ കണ്ടു നിന്ന ഇവർക്ക് എന്ത് പറയാനാവും? അവസാനം ആര്യൻ അങ്ങ് തളർന്നു പോകുമ്പോൾ ആര്യൻ്റെ അടുത്തേക്ക് ബാലൻ ചെന്നിട്ട് പറയണം, മോനെ നീ വിഷമിക്കരുത്, തളരരുത്. നമുക്ക് നമ്മുടെ കുടുംബം പഴയ പോലെ തിരിച്ചു കൊണ്ടുവരണം, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണ്ട. ആനന്ദിന് ധൈര്യം കൊടുക്കണമെന്നൊക്കെ പറയാം. അതുപോലെ ആകാശിൻ്റെ അടുത്ത് നിന്ന് മീനാക്ഷിയും ശരിക്കും അവരെ രണ്ടുപേരും സമാധാനിപ്പിക്കുക കേട്ടോ.
അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആനന്ദാണെങ്കിൽ അകത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് പകയും ദേഷ്യവും ഇങ്ങനെ അടങ്ങാതിരിക്കുകയാണ് നമ്മുടെ ദേവിയുടെ അടുത്ത്. കാരണം ദേവി സൂക്ഷിക്കാത്തതുകൊണ്ടാണ് കുഞ്ഞ് പോയത് എന്നുള്ള ആ ഒരു കുഞ്ഞിനെ ഉദ്ദേശിച്ച് വേണ്ടി മാത്രമാണ് ദേവിയെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ കുഞ്ഞില്ലല്ലോ, ഇനി ദേവിയോട് ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിട്ട് അവൾ ഇരിക്കുന്നു എന്നുള്ളൊരു വാശിയും ദേഷ്യവും പകയും ഒക്കെ ആനന്ദിൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത നിരാശയോടുകൂടി അങ്ങനെ ഇരിക്കുന്നുണ്ട്. എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്